നമസ്തേ. നമ്മളൊരു ഉദാഹരണ ജാതകത്തോടു കൂടി ഒരു ജാതക ചിന്തനം, ദശാപഹാരങ്ങളുടെ പ്രാധാന്യവും ലഗ്നത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഭൗരഭാവങ്ങളെയും നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ഉദാഹരണ ജാതകമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഉദാഹരണ ജാതകം നോക്കുന്നതിൻ്റെ കാര്യം എങ്ങനെയാണ് ഒരു ജാതകം ചിന്തിക്കേണ്ടതെന്ന് ബേസിക് നമുക്ക് മനസ്സിലാക്കുക. എങ്ങനെ ചിന്തിച്ചാൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും, എന്തൊക്കെയാണ് ചിന്തിക്കേണ്ട പ്രധാന വിഷയങ്ങൾ, അതുപോലെ തന്നെ ലഗ്നത്തിൻ്റെ പ്രാധാന്യം, ദശാപഹാരങ്ങളുടെ പ്രാധാന്യം, ഇത്തരം മിനിമം കാര്യങ്ങൾ ഒരു ജാതകത്തെ എങ്ങനെ എടുത്ത് നമുക്ക് ചിന്തിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന ഒരു ഉദാഹരണ ജാതകം. 1997 ഏകദേശം ആഗസ്റ്റിലൊക്കെ ജനിച്ച ഒരു ജാതകം, ജാതകത്തിൻ്റെ ജോലി അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ള ഒരു പൊതു രീതിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ഈസിയാണ് ഈ കാര്യമെന്ന് നമുക്ക് ഇത് കഴിയുമ്പോൾ, വീഡിയോ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏകദേശം ലഗ്നം നമ്മൾ ആദ്യം കാണാം. ചിങ്ങലഗ്നമാണ്. ലഗ്നത്തിൽ ബുധൻ ദിഗ്ബലം ചെയ്ത്, കൂടെ രാഹു, 2ാം ഭാവത്തിൽ നീചനായ ശുക്രൻ, 3ാം ഭാവത്തിൽ ചൊവ്വ, 4ാം ഭാവത്തിൽ ചന്ദ്രൻ അനീഴം നക്ഷത്രത്തിലാണ് അവസാന പാദം, 2.5 വർഷമേ ഉള്ളൂ ശനി. അത് കഴിഞ്ഞ് 6ാം ഭാവത്തിൽ ഗുരു, 7ൽ ശിഖി. രാഹു ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേതു വന്നിട്ട് 180 ഡിഗ്രിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ കേതു ഓട്ടോമാറ്റിക്കാണ് അവിടെ വരണം. അതാ ഞാൻ എഴുതാൻ ഇതാണ്. അതുപോലെ 8ലാണ് ആരുള്ളത്? ശനി. 12ാം ഭാവത്തിൽ ലഗ്നാധിപനായ സൂര്യൻ. ഇതിന് പല രീതിയിലുള്ള പ്രത്യേകതകൾ ഉള്ള ജാതകം തന്നെയാണ്. നല്ല ജാതകമാണ് അല്ലേ? കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് തോന്നും? ശുക്രന് നീചം തോന്നും, ചന്ദ്രന് നീചം തോന്നും, ഗുരുവിന് നീചം തോന്നും അല്ലേ? 3 ഗ്രഹങ്ങൾക്ക് എന്തുണ്ട്? നീചത്വമുണ്ട് അല്ലേ? ശുക്രന് നീചനാണ്, ചന്ദ്രൻ നീചനാണ്, ഗുരു നീചനാണ്. 3 ഗ്രഹങ്ങൾ നീചം ചെയ്ത് ബുധന് രാഹുബന്ധം വന്ന, അപ്പോൾ വിദ്യാഭ്യാസമൊന്നും ഇല്ലയെന്ന് നമ്മൾ കണക്കാക്കണം അല്ലേ? അങ്ങനെയല്ലേ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങൾ. അയ്യോ, ചന്ദ്രന് നീചമാണ്, സൂര്യൻ ലഗ്നാധിപൻ ലഗ്നത്തിൻ്റെ 12ലാണ്, ഫലമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ തോന്നുന്ന ജാതകത്തെ, പക്ഷേ ഒരു ഗ്രഹമാലികാ യോഗം എന്ന് പറയും. ഒരു ഗ്രഹം മറ്റൊരു ഗ്രഹവുമായി ടച്ച് ചെയ്യാതാണ് കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുന്നത്. ഒരു ഗ്രഹവും കാര്യമായിട്ട് മറ്റ് ഗ്രഹങ്ങളുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല. അതൊരു വലിയ യോഗമാണ് കേട്ടോ, ഗ്രഹമാലികാ യോഗം എന്ന് പറയും. അവിടെ ഒരു ഗ്യാപ്പുണ്ട്, എന്നാലും ഒരു നോർമൽ അല്ലാത്തൊരു ഗ്രഹമാലിക വിശേഷ ജാതകമാണത്. അപ്പോൾ ആ ജാതകത്തെ നമ്മൾ എങ്ങനെ ചിന്തിക്കാം? അപ്പോൾ ജാതകത്തെ ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞു, ദശകളാണ് ജാതകത്തിലെ സംഭവങ്ങളെ തീരുമാനിക്കുക. 2.5 വർഷത്തോളം ശനിദശ, 19 വർഷത്തോളം ബുധദശ, 26 വർഷത്തോളം കേതുർദശ. അതായത് 19, 17, 2, 19, അത് കഴിഞ്ഞ് 7 കൂടി കൂട്ടും 26 വർഷത്തോളം കേതുർദശ കഴിഞ്ഞു. 1997 ആയതുകൊണ്ട് ഇപ്പോൾ ശുക്രദശ നടക്കുന്നു. ശുക്രനിൽ ശുക്രാപഹാരം കഴിഞ്ഞ് സൂര്യാപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദശ എന്നാൽ നമ്മൾ ആദ്യം എടുക്കുക, അപഹാരമാണ് നോക്കുക. ശുക്രദശയിൽ സൂര്യാപഹാരം. ഇനി ഇയാൾ എന്തിനാണ് നമ്മളെടുത്ത് വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ എങ്ങനെയാണ് ചിന്തിക്കുക? ആദ്യം തന്നെ നമ്മളെടുക്കുക ധർമ്മത്രികോണം 1, 5, 9. ധർമ്മത്രികോണങ്ങളായ 1ാം ഭാവവും 5ാം ഭാവവും 9ാം ഭാവവും നോക്കും. രണ്ടാമത് നമ്മൾ അർത്ഥത്രികോണങ്ങളായ 2, 6, 10 ഭാവങ്ങൾ നോക്കും. 3 കാമത്രികോണങ്ങളായ 3, 7, 11. നാലാമത് നമ്മൾ എന്താ നോക്കുക? മോക്ഷത്രികോണങ്ങൾ 4, 8, 12. ഇങ്ങനെയാണ് ജാതകം ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ധർമ്മ ത്രികോണങ്ങളുടെ ഫലം, അതായത് 1, 5, 9 ഭാവങ്ങളുടെ ഫലം, അതാണ് ധർമ്മ ത്രികോണങ്ങളുടെ ഫലം. എങ്ങനെയുണ്ട് എന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ധർമ്മ ത്രികോണങ്ങൾ മേടം ലഗ്നം എന്താണ്? ആഗ്നേയരാശിയായിട്ടുള്ള മേടം, ചിങ്ങം, ധനുവാണ് ആഗ്നേയരാശികൾ. മേടം, ചിങ്ങം, ധനു. ഇടവം, കന്നി, മകരം ഭൗമരാശികളാണ്, ഭൂമിരാശികൾ. മിഥുനം, തുലാം, കുംഭം വായുരാശികളാണ്. അതുപോലെ തന്നെ കർക്കടകം, വൃശ്ചികം, മീനം അത് ജലരാശികളാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രധാനമാണ് കേട്ടോ. ആഗ്നേയരാശി,
ഭൗമരാശി, വായുരാശി, ജലരാശി. ഈ രാശികൾക്കൊക്കെ പ്രാധാന്യമുണ്ട്. അതിനനുസരിച്ചാണ് ജോലികളൊക്കെ തീരുമാനിക്കുക. ഏത് രാശിയാണ്, ഏത് ത്രികോണത്തിലാണെന്നൊക്കെ നോക്കും. അപ്പോൾ നമ്മളെ ധർമ്മ ത്രികോണത്തെ ആദ്യം നോക്കുക. 1, 5, 9 ഭാവത്തിൻ്റെ ബലം. അതെന്തിനാണ്? ജാതകൻ 1-ാം ഭാവം കൊണ്ടാണ് അയാളുടെ ആരോഗ്യം, അയാളുടെ അനുഭവ ഗുണങ്ങൾ, അതെല്ലാ അനുഭവവും, സന്താനാനുഭവമാണെങ്കിലും ധനാനുഭവമാണെങ്കിലും കാമാനുഭവിക്കുകയാണെങ്കിലും എല്ലാ അനുഭവങ്ങളും തീരുമാനിക്കുക ലഗ്നത്തിൻ്റെ ബലം കൊണ്ടാണ്. ലഗ്നത്തിനെ വെച്ചാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. അപ്പം ലഗ്നത്തിന് എത്ര ബലമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം ലഗ്നത്തിൻ്റെ ബലം, ലഗ്നത്തിൽ ദിഗ്ബലം ചെയ്ത് ബുധൻ നിൽക്കുന്നുണ്ട്, കൂടെ രാഹു ഉണ്ട്. അത് നന്നല്ല. രാഹുവിൻ്റെ യോഗം ബുധന് നന്നല്ല. പക്ഷേ ബുധൻ 20-21 ഡിഗ്രിയോളാണ്, രാഹു 13 ഡിഗ്രിയോളാണ്. ഈ ശുക്രൻ 0 ഡിഗ്രിയിലാണ് ഈ രാശിയിൽ നിൽക്കുന്നത്. അതായത് ഏകദേശം ഈ ബുധനും ശുക്രനും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 9 ഡിഗ്രിക്ക് ഉള്ളിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുധൻ ശുഭനാണ്. 2 രീതിയിലാണ്. ഒന്ന്, ദിഗ്ബലം കൊണ്ട് ശുഭനാണ്. 2, ശുക്രബന്ധം. നീചശുക്രനാണെങ്കിലും ശുക്രൻ നീചത്തിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ബലവാനായ ശുക്രനുമായി ബന്ധം വന്നിട്ടാണ് ശുക്രബന്ധമുള്ള ബുധനാണ്. ബുധൻ ദിഗ്ബലത്തിലാണ്. അപ്പം ലഗ്നത്തിന് ബലമുണ്ട്, ചെറിയ ശുഭത്വമുണ്ട്, തീരെ ഇല്ലായികയില്ല. രാഹുബന്ധം വന്നതിൻ്റെ പൂർണ്ണദോഷമില്ല ബുധന്. കാരണം ശുക്രനുമായി ഏകദേശം വളരെ അടുത്ത ഡിഗ്രികളിലാണ് ബുധൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുധനൊരു ശുഭത്വമുണ്ട്. ഇനി ലഗ്നം നോക്കി, ലഗ്നാധിപനും ലഗ്നകാരകനും ആരാണ്? സൂര്യനാണ്. അത് ലഗ്നത്തിൻ്റെ 12-ലാണ്. ഫലം കൊടുക്കാൻ കഴിയില്ല, പക്ഷേ ഗുരുദൃഷ്ടിയാണ്. ഗുരുവിൻ്റെ 7-ാം ദൃഷ്ടി നേരെ ലഗ്നാധിപനുണ്ട്. അപ്പം ലഗ്നാധിപൻ ശുഭനാണ്. ലഗ്നാധിപന് ശുഭബന്ധം വന്നിട്ടുണ്ട്, പ്രകാശമുണ്ട്, വെളിച്ചമുണ്ട്, നല്ലത് തരാനുള്ള കഴിവുണ്ട്, സത്ചിന്തയുണ്ട്, നല്ല കൂട്ടുകെട്ടുണ്ട്, അല്ലേ? സത്സംഗം ആണ്. സംഘം ഇതൊരു യൂണിറ്റിയാണ്. സംഘങ്ങളുടെ ചേരലാണ് ജ്യോതിഷം. അതിൽ തന്നെ സത്സംഗം വരുമ്പോഴാണ് ഗ്രഹം നല്ലത് തരിക. ദുഷ്സംഗം വന്നു കഴിഞ്ഞാൽ, ശനിബന്ധം വന്നു കഴിഞ്ഞാൽ സൂര്യൻ, ചൊവ്വാബന്ധം വന്നാലോ ശനിബന്ധം വന്നാലോ രാഹുബന്ധം വന്നാലോ സൂര്യൻ കെട്ടുപോകും. അപ്പം സത്സംഗമാണ് ആർക്കുള്ളത്? സൂര്യനാണ്. സത്സംഗമാണെങ്കിലും ഇയാൾ അത്ര വലിയ കഴിവുള്ളവനല്ല, നീചത്തിലാണ്. വലിയ ബലമല്ലേ ഇയാൾക്ക്? നീചത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വലിയൊരു ശക്തിയൊന്നുമില്ല. പക്ഷേ എന്നാലും സത്സംഗമാണുള്ളത്, അതിൻ്റെ ഗുണമുണ്ടാവും. അപ്പോൾ ലഗ്നത്തിൻ്റെ ബലം മനസ്സിലായി. ലഗ്നത്തിന് അത്യാവശ്യം ബലമുണ്ട്, അല്ലേ? ലഗ്നത്തിന് ബലമുള്ള ജാതകമാണ്. അപ്പോൾ അനുഭവ ഗുണം ഉണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനുഭവ ഗുണമുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കും. 5-ാം ഭാവത്തിനെ അടുത്ത് നമ്മൾ 1, 5, 9 ധർമ്മത്രികോണം. 5-ാം ഭാവത്തിന് നോക്കുക. അപ്പോൾ ലഗ്നത്തിൻ്റെ ദോഷത്തിനല്ല ഇയാൾ വന്ന് 5-ാം ഭാവത്തിൻ്റെ നോക്കുക. 5-ാം ഭാവത്തിൽ എന്തൊക്കെ ഉണ്ട്? 5-ാം ഭാവത്തിൻ്റെ അധിപൻ ഗുരു നീചം ചെയ്ത് 6-ലാണ്. കുറച്ചൊരു ബലക്കുറവായി. 5-ാം ഭാവത്തിലേക്ക് ശനിയുടെ 10-ാം ദൃഷ്ടിയുണ്ട്, അതും ബലക്കുറവായി, അല്ലേ? 5-ാം ഭാവാധിപൻ ഗുരു 6-ല് നീചം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട് ഗുരുവിന്. സൂര്യൻ്റെ ദൃഷ്ടിയും ചൊവ്വയുടെ ദൃഷ്ടിയൊന്നും ഗുരുവിന് അത്ര വലിയ ദോഷമല്ല, പക്ഷേ ദൃഷ്ടിയുണ്ട്. അതാണ് പ്രധാനം. അപ്പോൾ ഗുരുവിന് ബലം കുറഞ്ഞു. 5-ാം ഭാവത്തിന് ഒരു പൊടിക്ക് ബലക്കുറവുണ്ട്. പൊടിക്ക് ഒരു കുറച്ച് ബലക്കുറവെന്ന് പറയണം. കാര്യം ശനിദൃഷ്ടി ആണ് ബലക്കുറവ് വരുന്നത്. ശനിദൃഷ്ടി ഇല്ലെങ്കിൽ അത് ഗുരു നീചനാണെങ്കിലും ഫലം തരും. പക്ഷേ 5-ാം ഭാവത്തിന് ചെറിയൊരു ബലക്കുറവുണ്ട്. പക്ഷേ ഒരു ഗുണം എന്താ പറഞ്ഞാൽ ഗുരു ശനിയുമായിട്ട് പരിവർത്തനം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഗുരു ശനി പരിവർത്തനമുള്ള ജാതക. ഗുരു ശനി പരിവർത്തനം എന്ന് പറയുന്നത് എന്താണ്? കാരക ശുഭത്വം വരും. അപ്പോൾ കാരകത്വം പൂർണ്ണമായിട്ട് ഗുരുവിന് കിട്ടും. നീചനാണെങ്കിലും ഗുരുവിന് സന്താന ഫലം തരാനുള്ള കഴിവുണ്ട്. അപ്പോൾ 5-ന് കേട് വന്നിട്ടില്ല. സൃഷ്ടിപരത, 5 എന്താണ്? അഭീഷ്ടപരദായകത്വം, സൃഷ്ടിപരത, അങ്ങനെയുള്ള കാര്യങ്ങളാണ് 5-ാം ഭാവം. അതിനുള്ള കഴിവുള്ള ജാതകമാണ്. 2-ാമത്തെ ത്രികോണത്തിനും ചെറിയ ഗുണങ്ങളുണ്ട്. പൂർണ്ണമായിട്ടല്ല, 50% ബലമുണ്ട്. 9-ാം ഭാവം. 9-ാം ഭാവത്തിൽ എന്തുണ്ട്? 9-ാം ഭാവാധിപനായ ചൊവ്വയാണ് നോക്കുന്നത്. പാപത്വമാണ്, വലിയൊരു ശുഭത്വമൊന്നുമില്ല. ഭാവകാരകൻ ശുക്രൻ നീചനുമാണ്. 9-ാം ഭാവത്തിന് അത്ര വലിയൊരു അവസ്ഥയൊന്നുമില്ല. എന്നാലും ഭാവാധിപൻ ശുക്രൻ്റെ വീട്ടിൽ നിന്നിട്ട് വലിയ ചൊവ്വ ഒറ്റയ്ക്ക് നോക്കുന്നത് ദോഷമല്ല. കൂടെ ശനി നിന്നോ കൂടെ രാഹു നിന്നോ നോക്കിയാൽ ചൊവ്വ ദോഷമാവും. അപ്പോൾ ചൊവ്വയ്ക്ക് പൊടിക്ക്, അതായത് 3/4 പാപനാണ്, 1/4 ശുഭത്വം ഉണ്ട് ചൊവ്വയ്ക്ക്. ആ 1/4 ശുഭത്വം 9-ൽ കിട്ടും. അപ്പോൾ 9-ാം ഭാവത്തിൽ 1, 5, 9 വലിയൊരു
എന്തില്ല, ദോഷമില്ല. അതുകൊണ്ട് തന്നെ പാസ് മാർക്കാണ് അല്ലേ. ജാതകം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. 1, 5, 9 നമ്മൾ നോക്കി വലിയൊരു കുഴപ്പമില്ല. അപ്പോൾ അയാളുടെ സൃഷ്ടിപരതയെക്കുറിച്ചോ ഭാഗ്യക്കുറവിനെക്കുറിച്ചോ അല്ലെങ്കിൽ സന്താനമില്ലായ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചോ മാനസികമായും ശാരീരികമായ എല്ലാ കാര്യങ്ങളും ലഗ്നം കൊണ്ട് അതിനെക്കുറിച്ചല്ല അയാൾ വന്നിരിക്കുന്നത്. യോഗജാതകമാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം, ഗ്രഹമാലികാ യോഗം പോലെ പരന്ന് ഗ്രഹങ്ങളെല്ലാം നിരന്നു നിന്നൊരു ജാതകമാണ്. പ്രത്യേക ജാതകമാണ്, വിശേഷ ജാതകം തന്നെയാണ്. അതുകൊണ്ട് ഇയാൾക്ക് എന്തില്ല, ആ ദോഷങ്ങളില്ല. ഇനി 2, 6, 10 എന്ന് പറയുന്ന 2, 6, 10 ഇതെന്താണ്? അർത്ഥത്രികോണം. രണ്ടാമത്തെ ത്രികോണമാണ് അർത്ഥത്രികോണം. 2ാം ഭാവത്തിൻ്റെ അവസ്ഥകൾ നോക്കണം. 2ാം ഭാവത്തിന് എന്താ കണ്ടീഷൻ? 2ാം ഭാവാധിപൻ ബുധനാണ്. 2ാം ഭാവകാരകൻ ഗുരു നീചനാണ്. 2ാം ഭാവത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. 2ാം ഭാവത്തിൽ ശുക്രനുണ്ട്. 2ാം ഭാവാധിപൻ ബുധൻ ദിഗ്ബലം ചെയ്ത് ലഗ്നത്തിലുണ്ട്. 2ാം ഭാവത്തിന് വലിയ തടസ്സമില്ല. 2ന്റെ 12 ആണെങ്കിലും ബുധൻ ദിഗ്ബലത്തിലാണ്. സ്ഥാനബലം പോയാൽ, സ്ഥാനബലമാണ് അവിടെ, ബന്ധുക്ഷേത്രമാണ്, അതിബന്ധുക്ഷേത്രമാണ് സൂര്യൻ്റെ. പക്ഷെ രാഹുബന്ധമുള്ളത് നന്നല്ല. പക്ഷെ അതേസമയം 2ാം ഭാവത്തിന് ശുക്രൻ നിന്ന് ഗുരു നോക്കുന്നതുകൊണ്ട് ശനിയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ശനിയുടെ ദൃഷ്ടിയും രാഹുവിൻ്റെ ബന്ധവും പിന്നെ കുറച്ച് മാർക്ക് കുറയ്ക്കും. എന്നാലും എന്തുണ്ട്, ഒരു 70-60 മാർക്കെങ്കിലും കൊടുക്കാൻ പറ്റും. 2ാം ഭാവത്തിന് ധനത്തിന് അത്ര വലിയ പ്രശ്നമില്ല. അദ്ദേഹത്തിന് ധനപ്രശ്നം വലിയ കാര്യമായിട്ടില്ല. അപ്പോൾ 2ാം ഭാവം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 6ാം ഭാവം. 6ാം ഭാവത്തിൽ ഭാവാധിപൻ ആരാണ്? ശനിയാണ്. ശനി എന്താ ചെയ്യുന്നത്? 8ലാണ് നിൽക്കുന്നത്. 6ാം ഭാവാധിപൻ 8ലാണ്. പക്ഷേ പരസ്പരം 6, 8 പരിവർത്തനമാണ്. 6ൽ ഗുരുവാണ്. 6ാം ഭാവത്തിന് എന്തുണ്ട്? ബലമുണ്ട്. 6ൽ ബലമുണ്ടെങ്കിൽ എന്താ ഗുണം? 6 എന്ന് പറയുന്നത് അടിമ അല്ലെങ്കിൽ ഉടമ എന്ന് പറയും. അടിമ എന്ന് പറയുന്നത് ജോലി ചെയ്യാനുള്ള ആളുകൾ നമുക്കുണ്ടാവുകയും അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യാൻ വിധേയനാവുകയും ചെയ്യുന്നതിനെയാണ് 6ാം ഭാവം സൂചിപ്പിക്കുന്നത്. ഫിസിക്കൽ വർക്ക്, നമുക്ക് അടിമകളുണ്ടാവുക. അടിമകൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കീഴ് ജീവനക്കാർ, നമ്മുടെ അസോസിയേറ്റ് ചെയ്യുന്ന ജീവനക്കാരുണ്ടാവുമോ അല്ലെങ്കിൽ നമ്മൾ വേറെ ആരുടെയെങ്കിലും ബോസിൻ്റെ അസോസിയേറ്റ് ആവുമോ. ഇവിടെ ശുഭത്വം വന്നു കഴിഞ്ഞാൽ നമ്മുടെ താഴെ ഒരുപാട് ജോലിക്കാരുണ്ടാവും. ഒരു 100 പേരെയോ അല്ലെങ്കിൽ 10 പേരെയോ നമുക്ക് ജൂനിയേഴ്സായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ ഉണ്ടാവും എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. എന്താ കാരണം? ഗുരു നീചത്തിലാണ്. ശനിയുമായിട്ട് പരിവർത്തന ശുഭത്വമുണ്ട്. ഗുരു നീചനാണെങ്കിലും പരിവർത്തനം ചെയ്തുകൊണ്ട് കാരകത്വ ശുഭത്വം വരും. അപ്പോൾ 6ാം ഭാവത്തിന് ബലമുണ്ട്. 6ാം ഭാവത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ടെങ്കിലും ഗുരു നിൽക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടി നല്ലതാണ്. ചൊവ്വ ഗുരുവിനും ശുക്രനും ഒക്കെ ചൊവ്വ വന്നിട്ട് മംഗളയോഗം കൊടുക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ 6ാം ഭാവത്തിനും വലിയ തടസ്സമില്ല. 2ാം ഭാവത്തിനും തടസ്സമില്ല. 10ാം ഭാവത്തിനോ? 10ാം ഭാവത്തിലേക്ക് ശനി ദൃഷ്ടിയുണ്ട്. പക്ഷെ അതേസമയം ഗുരുദൃഷ്ടിയുണ്ട്, ചന്ദ്രൻ്റെ ദൃഷ്ടിയുണ്ട്. 10ാം ഭാവാധിപൻ ശുക്രൻ നീചനാണ്. ഭാവം, ഭാവാധിപൻ, ഭാവകാരകൻ. 10ാം ഭാവകാരകൻ സൂര്യന് ഗുരുദൃഷ്ടിയുണ്ട്. ശനിയും സൂര്യനുമാണ് കാരകന്മാർ. ഒന്ന് ജോലി കൊടുക്കുന്ന സൂര്യൻ, ഒന്ന് ജോലി ചെയ്യുന്ന ശനി. പണിക്കാരൻ അല്ലെങ്കിൽ ജോലിക്കാരൻ എന്ന രീതിയിൽ ശനിയും, ജോലി ചെയ്യിക്കുന്നവൻ അല്ലെങ്കിൽ ബോസ് അല്ലെങ്കിൽ മാനേജർ എന്ന രീതിയിൽ സൂര്യനുമാണ് കാരകന്മാർ. അപ്പോൾ 10ാം ഭാവത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. 10ാം ഭാവാധിപൻ ശുക്രൻ ഗുരുദൃഷ്ടി തന്നെയാണ്. 10ാം ഭാവത്തിലേക്കും കാരകനായ സൂര്യനെയും ഭാവത്തിനെയും ഭാവാധിപനെയും ഗുരുദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഗുരു നീചനാണെങ്കിലും ഗുരുദൃഷ്ടി അതിന് പരിഹാരമാണ്. അപ്പോൾ 10ാം ഭാവത്തിന് എന്തില്ല? തടസ്സമില്ല. 2, 6, 10 തടസ്സമില്ല എന്ന് പറയുമ്പോൾ ധനപ്രശ്നമില്ല, ജോലി പ്രശ്നമില്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. 3ാമത്തെ ഭാവം ഇപ്പോൾ 2 നമ്മൾ പറഞ്ഞു. ശനിദൃഷ്ടി ദോഷമാണ് കേട്ടോ. ശനിദൃഷ്ടി ചെറിയ രീതിയിൽ നമുക്ക് 10ലേക്ക് വരുന്നത് ഒരു കുറവാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യില്ല? ശനിദൃഷ്ടി കാരണം ഇയാൾ ബിസിനസ് ചെയ്യില്ല. 10ാം ഭാവത്തിന് ബിസിനസ്സും കൂടി കണക്കാക്കണം. 6ാം ഭാവമാണ് ജോലി. ഫിസിക്കൽ വർക്കാണെങ്കിലും ഒരു ജോലി ചെയ്യുന്നത് 6ാം ഭാവവും, സ്വന്തം ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നത്, ഒരു സ്ഥാപനം നടത്തുന്നത്, ഓണർഷിപ്പ് വരുന്നത് 10ാം ഭാവമാണ്. തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇനി നമ്മൾ 3ാമത്തെ ത്രികോണമായ കാമത്രികോണം 3, 7, 11. അപ്പോൾ നമ്മളിത് 2നും ഏകദേശം പാസ് മാർക്കുള്ള ജാതകമാണ്. അപ്പോൾ ഇത് 2 ആയിരിക്കില്ല കുഴപ്പം, ഇത് 2 ആയിരിക്കില്ല കുഴപ്പം. ഇനി ഇയാൾക്ക് എന്തായിരിക്കും ജോലി കിട്ടുക നമുക്ക് ഏകദേശം മനസ്സിലാക്കണം.
ഇയാൾക്ക് എന്തായിരിക്കും ജോലി? അപ്പോൾ ഇത് എല്ലാ ജാതകത്തിലും വൃത്തിയായിട്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. കാര്യം ജോയിൻസ് വരുമ്പോൾ, ഇപ്പോൾ യൂണിറ്റി വരുമ്പോൾ, യോഗങ്ങൾ, ഗ്രഹയോഗങ്ങൾ വരുമ്പോൾ ബലം എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടും. പക്ഷേ ഇത് സിമ്പിളാണ് നമുക്ക്. കാര്യം എന്താണ്? ഇത് ഗ്രഹം വിരിഞ്ഞ് നിൽക്കുന്ന ജാതകം. ഗ്രഹങ്ങൾ നിരന്ന് ഒരു രാശിയിൽ ഒരു രാഹു മാത്രമേ ഇവിടെ ജോയിൻ്റ് ഉള്ളൂ. ബാക്കി എല്ലാ ഗ്രഹങ്ങളും പരസ്പര ബന്ധമില്ലാതെ തൊടാതെ നിൽക്കുന്ന ഗ്രഹമാലികാ യോഗം എന്ന് പറയുന്നതിൻ്റെ ഏകദേശം അടുത്ത് ഗ്രഹമാലികാ യോഗം കൊടുക്കുന്ന ഒരു ജാതകമാണ്. അപ്പോൾ ഇതിനെന്താണ് പ്രത്യേകത? ഇത് അദ്ദേഹത്തിന് അത്യാവശ്യം ധനമുള്ള സ്ഥിതിയാണ്. കാര്യം ലഗ്നത്തിന് ബലമുണ്ട്. അപ്പം അത്യാവശ്യം ഒരു നല്ല 1,00,000 രൂപയൊക്കെ ശമ്പളം വാങ്ങിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മാസ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജാതകമാണെന്ന് നമുക്കിതൊന്ന് മനസ്സിലാക്കാം. ലഗ്നാധിപന് ഗുരുദൃഷ്ടി, ലഗ്നത്തിൽ ദിഗ്ബലം ചെയ്ത് ബുധൻ, ലഗ്നത്തിൽ ബുധൻ്റെ യോഗത്തിൽ, ശുക്രൻ്റെ യോഗത്തിൽ ബുധൻ, അതുപോലെ ലഗ്നാധിപനെയും 2ാം ഭാവത്തിനെയും ഗുരുദൃഷ്ടി. ധനം എന്ന് പറയുന്നത് 2ാം ഭാവമാണ്. അപ്പോൾ 2ാം ഭാവത്തിനൊക്കെ ഗുരുദൃഷ്ടി വരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത്യാവശ്യം ശമ്പളമുള്ള ജോലിയായിരിക്കും എന്ന് നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടാകും. കാര്യം ദിഗ്ബലം ചെയ്തിട്ട് ചന്ദ്രൻ നീചനാണെങ്കിലും ചന്ദ്രൻ ദിഗ്ബലമാണ്, പക്ഷബലമുണ്ട്. നീചനാണെങ്കിലും ചന്ദ്രൻ 4 ദിഗ്ബലം ചെയ്ത് പക്ഷബലമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത്യാവശ്യം എന്തുണ്ടാവും? വിദ്യാഭ്യാസവും ഉണ്ടാവും, വലിയ തടസ്സമില്ലാത്ത. കാര്യം ചൊവ്വയ്ക്ക് വലിയൊരു പാപത്വമൊന്നുമില്ല. 3ൽ നിന്നാൽ ചൊവ്വ ശുഭനുമാവും. 3ാം ഭാവം, 3, 6, 11 ഭാവങ്ങൾ പാവന്മാർക്ക് അത്ര വലിയ ദോഷമില്ലാത്തതുകൊണ്ട് തന്നെ 3ലെ ചൊവ്വ അത്ര വലിയ ദോഷം ചെയ്യില്ല. അപ്പോൾ 4ാം ഭാവത്തിന് വലിയ തടസ്സമില്ല, വിദ്യാഭ്യാസം ഉണ്ടെന്നർത്ഥം. ബുധൻ ദിഗ്ബലം ചെയ്ത് ബുധൻ കെട്ടാലാണ് വിദ്യ കെടുള്ളൂ. ബുധനും കെടണം, 4ാം ഭാവം കെടണം, എന്നാലേ വിദ്യ കെടുള്ളൂ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ അത് കുഴപ്പമില്ലാത്തതുകൊണ്ട് അദ്ദേഹം നല്ലൊരു ജോലിയുണ്ട്. എന്തായിരിക്കും ജോലി? 10ാം ഭാവമായിട്ട് ആർക്കാ ബന്ധം? ശനിക്ക് ബന്ധമുണ്ട്, ഗുരുവിന് ബന്ധമുണ്ട്. 2ാം ഭാവമായിട്ട് ഗുരുവിന് ശുക്രന് ബന്ധമുണ്ട്. അപ്പോൾ ഒരു ജാതകത്തിലെ 2 10ാം ഭാവങ്ങളോട്, ഇത് പ്രത്യേകിച്ചും ചിങ്ങം, സൂര്യൻ ഇതൊക്കെ വരുമ്പോൾ യോഗദശകൾ അല്ലെങ്കിൽ ദശകൾ കറക്റ്റാണെങ്കിൽ ഇവിടെ ഗുരു ധനഭാവമായിട്ടും 10ാം ഭാവമായിട്ടും ബന്ധം വരുന്ന 6ൽ നിന്ന് 10നെയും 2നെയും നോക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ധന സമ്പാദന മാർഗങ്ങൾ 2, 6, 10ആണ്. ഇത് 3ലും ഗുരുബന്ധം വരുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ജോലി എന്തായിരിക്കും? ഒന്നുകിൽ ഗുരുവിൻ്റെ ബാങ്കിങ് അല്ലെങ്കിൽ അധ്യാപനം. അപ്പോൾ ഇയാൾ ബാങ്കാണ്, ബാങ്കിൽ നല്ല പോസ്റ്റിൽ മാനേജർ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരു നല്ല ജാതകമാണ്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് വരുന്നത്? 10ാം ഭാവവുമായിട്ട് ഗുരുവിൻ്റെ ദൃഷ്ടി. അദ്ദേഹത്തിന് അതിൽ മതി വരുമോ? മതി വരില്ല. കാര്യം ശനി ദൃഷ്ടി കാരണം കിട്ടിയ ജോലിയിൽ വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയും, കാര്യം ദിഗ്ബലത്തിൽ ബുദ്ധിയുള്ള ബുധനാണ്. ശുക്രൻ ബുധന് യോഗം ചെയ്തിട്ടാണ്, ബ്രഹ്മാണ്ഡം കൊടുക്കുന്ന രാഹുബന്ധത്തിലാണ് ബുധൻ. അദ്ദേഹം വീണ്ടും അത് നിർത്താതെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് നല്ല ജോലിയാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്, ജോലിക്ക് തടസ്സമില്ല. ഇനി 3ാം ഭാവത്തെ 3, 7, 11 മൂന്നാമത്തെ ത്രികോണം 3, 7, 11 ഈ ഭാവങ്ങൾ എങ്ങനെയാണ് നോക്കാം. 3ാം ത്രികോണം 3, 7, 11. 3, 7, 11ൻ്റെ കാരകൻ ആരാണ്? ഇതിൻ്റെ കാരകൻ ശുക്രനാണ്. 1, 5, 9ൻ്റെ കാരകൻ സൂര്യനാണ്. 2ൻ്റെ ഗുരു, അതിൽ ബുധനൊക്കെ വരും. അതിൽ പ്രധാനമായിട്ട് 3, 7, 11 കാമത്രികോണാണ്. കാമത്തിൻ്റെ കാരകൻ ആരാണ്? ശുക്രനാണ്. കാരകനായ ശുക്രൻ 3ാം ഭാവം, 7ാം ഭാവം, 11ാം ഭാവം. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. 3ാം ഭാവത്തിൽ ആരുണ്ട്? പാപനായ ചൊവ്വയുണ്ട്. 3ൽ ചൊവ്വ നിൽക്കുന്ന അത്ര ദോഷമല്ല, കാരകനാണ്. എന്നാലും അവിടെ ഒരു പാപത്വമുണ്ട്. 3ാം ഭാവാധിപനായ ശുക്രൻ 3ാം ഭാവത്തിൻ്റെ 12ൽ നിന്നുകൊണ്ട് 3ാം ഭാവത്തിന് ബലം കൊടുക്കാതെയാണ് നിൽക്കുന്നത്. ബലം കൊടുക്കാനുള്ള കഴിവില്ല. 3ാം ഭാവത്തിന് ബലക്കുറവ് കാണാണ്ട്. 3ാം ഭാവത്തിന് ബലക്കുറവ് കാണാണ്ട്. ശുക്രൻ്റെ വീടുകളും നോക്കുക. ആദ്യം 3ാം ഭാവം ചൊവ്വ നിന്നു, ശുക്രൻ്റെ വീട്ടിൽ ശുക്രൻ നീചം ചെയ്തു, ശനി ദൃഷ്ടി വാങ്ങിച്ചു, ഗുരുദൃഷ്ടി ഉണ്ട്. ശനി ദൃഷ്ടി മാത്രമേ ഉള്ളൂ വെച്ചാൽ പിന്നെ ഈ ജാതകത്തിൽ വിവാഹം നടക്കില്ല. ശനിദൃഷ്ടി മാത്രമേ ഉള്ളൂ എന്ന് വയ്ക്കാം. നീചം ചെയ്ത് ശനിദൃഷ്ടി മാത്രമുള്ള ജാതകമാണ്. രാഹുബന്ധവും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വിവാഹം നടക്കില്ല. പക്ഷെ ഗുരുദൃഷ്ടി ഉണ്ട് ജാതകത്തിന്. ഗുരുവിൻ്റെ 9ാം ദൃഷ്ടി ശുക്രന് വരും. അതുകൊണ്ട് വിവാഹം നടക്കും. അല്ലെങ്കിലോ നീച ശുക്രൻ 3ാം ഭാവത്തിൻ്റെ 12ൽ നിന്ന് 3ാം ഭാവാധിപത്യം കൊടുക്കാതെ കാമ ത്രികോണങ്ങളിൽ പ്രഥമ ത്രികോണമായ 3ാം ഭാവത്തിന് ബലം കൊടുക്കാതെ നിന്നു. 7ാം ഭാവത്തിൽ കേതു നിന്നു. 7ാം ഭാവാധിപൻ 8ൽ നിന്നു. അതെന്താണ്? ലഗ്നവുമായിട്ട് 6, 8 സ്ഥാനങ്ങളൊന്നും 6, 8, 12 ഭാവങ്ങളൊന്നും ലഗ്നത്തിന് ബലം കൊടുക്കില്ല. അപ്പോൾ 8ൽ നിൽക്കുന്ന 7ാം ഭാവാധിപൻ ബലം കൊടുക്കില്ല എന്ന് മാത്രമല്ല, 7ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് ചെറിയ പാപത്വമാണ്. രാഹു നിന്നാൽ വിവാഹം വല്ലാത്ത പാപത്വമാണ്. കേതു നിന്നാൽ ചെറിയ പാപത്വം വരും. പക്ഷേ 7ലേക്ക് ബുധൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ 7ാം ഭാവത്തിനും
മൂന്നാം ഭാവത്തിന് കാര്യമായ ബലമില്ല. ഈ കണ്ട പോലെ 1, 2 ഭാവങ്ങളിൽ കണ്ട പോലെ ഇല്ല മൂന്നാം ഭാവത്തിൽ. കാര്യം ചൊവ്വയാണ് നിൽക്കുന്നത്, പാവനാണ് ചൊവ്വ, മുക്കാൽ പാവനാണ് ചൊവ്വ. ഒന്നാം ഭാവാധിപൻ 3ന്റെ 12ലാണ്, മൂന്നാം ഭാവബലം കൊടുക്കില്ല. അതേപോലെ തന്നെ മൂന്നാം ഭാവകാരകനും ആരാണ്? ശുക്രനാണ്. അതേപോലെ മൂന്നാം ഭാവകാരകൻ ചൊവ്വയാണ്, പക്ഷേ കാമകാരകൻ ശുക്രനാണ്, ശുക്രൻ നീചനാണ്. അതേപോലെ 7ാം ഭാവം അങ്ങനെയാണ്, ഭാവാധിപൻ ശനി 8ലാണ്. പക്ഷെ ശനിക്ക് എന്തുണ്ട്? പരിവർത്തനമുണ്ട്. ആരുമായിട്ട്? 6ാം ഭാവമായിട്ട്. 7ാം ഭാവമായിട്ടല്ല ബന്ധം, ശനി 6ാം ഭാവമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇനി 3ാമത്തെ ഭാവം ഏതാണ്? അപ്പോൾ ഇതും കിട്ടില്ല. ഇത് കിട്ടില്ല. 7ാം ഭാവത്തിനും തടസ്സമുണ്ട്, 3ാം ഭാവത്തിനും തടസ്സമുണ്ട്. അതേസമയം നമ്മൾ 11ാം ഭാവം, 11ാം ഭാവത്തിൽ എന്താണ്? 11ാം ഭാവം എന്ന് പറയുന്നത് ബുധൻ്റെ വീടാണ്. ബുധൻ എന്തില്ല? ബുധൻ്റെ ക്ഷേത്രത്തിൽ ആരുമില്ല. മാത്രമല്ല ശനിയുടെ ദൃഷ്ടിയില്ല, ശനിയുടെ ദൃഷ്ടി ഇവിടേക്കേ വരുള്ളൂ. ചൊവ്വയുടെ ദൃഷ്ടിയില്ല, ചൊവ്വയുടെ ദൃഷ്ടി ഇതുവരെ വരുള്ളൂ. വേറെ ആരുടെയും ദൃഷ്ടിയില്ല. ശുക്രൻ്റെ 2 വീടുകളിലേക്ക്, ഈ വീട്ടിലേക്ക് ശനി നോക്കും, ഈ വീട്ടിൽ ചൊവ്വ നിന്നും 2 വീടുകളും കെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടേക്ക് ഗുരുദൃഷ്ടി പരിഹാരമാണ്, ചെറിയൊരു ശുഭത്വം ഗുരുദൃഷ്ടി കാരണം കിട്ടും. പക്ഷെ അതേസമയം 11ാം ഭാവാധിപനായ ബുധൻ ദിഗ്ബലം ചെയ്ത് ബുധൻ രാഹുയോഗം ഉണ്ട്, ഡിലേ ആവും, പക്ഷെ എന്നാലും ശുക്രയോഗം ചെയ്തു. ശുക്രയോഗം ചെയ്തുകൊണ്ട് ബുധൻ്റെ വീടും ശുഭത്വമാണ്, പാപത്വമില്ല. കാര്യം വേറെ ഒരു പാപഗ്രഹങ്ങളും നിൽക്കുന്നില്ല. ചന്ദ്രൻ്റെ ചെറിയൊരു ചന്ദ്രൻ്റെ അതിയോഗം എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ഗ്രഹം നിന്നാലേ അതിയോഗമുള്ളൂ. അപ്പോൾ ബുധൻ്റെ വീട് ശുഭത്വമാണ്, ബുധനും ആവശ്യത്തിന് ചെറിയൊരു ശുഭത്വമുണ്ട്. അപ്പോൾ ഇയാൾക്ക് എന്തായിരിക്കും? ഇപ്പോൾ ചെറിയൊരു ശുഭത്വമുണ്ട്, രാഹുബന്ധം എന്നാലും തടസ്സമാണ്, എന്നാലും ചെറിയൊരു ശുഭത്വം 11ാം ഭാവത്തിനുണ്ട്. പക്ഷെ 3ഉം 7ഉം നല്ല തടസ്സമുണ്ട്. അപ്പോൾ ഇതെന്തില്ല? ഈ 3 കാമത്രികോണങ്ങൾക്ക് നല്ല തടസ്സം കാണാണ്ട് നമുക്ക്, അല്ലേ? കാമത്രികോണങ്ങൾക്ക് ചെറിയൊരു തടസ്സം കാണാണ്ട്. എന്നാൽ പൂർണ്ണ തടസ്സമാണോ? വിവാഹം നടക്കില്ല എന്ന് പറയാൻ പറ്റുമോ? നടക്കും. ഇപ്പോൾ ബുധബന്ധം വരുമ്പോൾ നടക്കും. ചന്ദ്രാലും നോക്കണം, നമ്മൾ രാശി മാത്രം നോക്കിയാൽ പോരാ. അതായത് നമ്മൾ ജഡകാരകത്വം, ജീവകാരകത്വം എന്ന് പറയും. ജീവകാരകത്വങ്ങൾ വരുമ്പോൾ ചന്ദ്രാൽ നോക്കണം. ചന്ദ്രാൽ 7ാം ഭാവാധിപൻ ശുക്രനാണ്, ശുക്രൻ നീചത്തിലാണ്. ചന്ദ്രൻ 3ാം ഭാവത്തിൽ ഗുരുവുണ്ട്, ചന്ദ്രൻ 11ാം ഭാവത്തിൽ ശുക്രനുണ്ട്. അതുകൊണ്ട് രാശിക്ക് 7ാം ഭാവാധിപനായ ശുക്രൻ്റെയോ അല്ലെങ്കിൽ ലഗ്നത്തിൻ്റെ 11ാം ഭാവാധിപനായ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനെ 11ാം ഭാവാധിപനായ ബുധൻ്റെയോ ദശ അപഹാര ചിത്രങ്ങൾ വരുമ്പോഴാണ് എന്തുണ്ടാവുക? വിവാഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഇപ്പം ഇതിന് കുറച്ച് തടസ്സം കാണുന്നുണ്ട്. 3ാം ഭാവത്തിന് നല്ല തടസ്സമുണ്ട്, 7ാം ഭാവത്തിലും അത്യാവശ്യം തടസ്സമുണ്ട്, 11ന് വലിയൊരു തടസ്സമില്ല. പക്ഷെ ചന്ദ്രാൽ 3, 7, 11 വലിയ തടസ്സമില്ല. അപ്പം നമ്മൾ ചന്ദ്രാൽ 7ലേക്ക് വന്ന് ചന്ദ്രൻ്റെ ദൃഷ്ടിയുണ്ട്, ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്, ശനിയുടെ ദൃഷ്ടിയുണ്ട്. ഗുരുവിൻ്റെയും ചന്ദ്രൻ്റെയും ദൃഷ്ടി കാരണം ചന്ദ്ര രാശിക്ക് 7ാം ഭാവം ശുഭമാണ്. അതുകൊണ്ട് വിവാഹ ജീവിതം ഇയാൾക്ക് കിട്ടും, പൂർണ്ണമായിട്ടും കിട്ടും. അതിനുള്ള ലാഭസ്ഥാനത്തിന് തടസ്സമില്ല. അപ്പോൾ കാമലാഭം ഉണ്ടാവാൻ 11ാം ഭാവാധിപനായ ബുധൻ അനുവദിക്കുന്നുണ്ട്. ബുധൻ്റെ ബന്ധം വരുമ്പോൾ ഇയാൾക്ക് കാമജീവിതം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇയാൾ എന്തിനായിരിക്കും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടാവുക? 3ാം ഭാവത്തിൻ്റെ തടസ്സം നമുക്ക് കാണുന്നുണ്ട്. 3ാം ഭാവത്തിനാണ് കൂടുതൽ അല്ലെങ്കിൽ 3, 7, അതായത് കാമത്രികോണങ്ങളാണ് തടസ്സം. ഇനി 4, 8, 12 നോക്കുക. അതാണ് മോക്ഷത്രികോണം അല്ലെങ്കിൽ വിദേശയോഗം. മോക്ഷം, വിദേശം, മോക്ഷം അല്ലെങ്കിൽ വിദേശം, ഇതിൽ ശുഭത്വം വന്നാലേ മോക്ഷം അല്ലെങ്കിൽ വിദേശമൊക്കെ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിന് 4 എന്ന് പറയുന്നത് ചന്ദ്രനാണ്, ദിഗ്ബലം ചെയ്ത് അത്യാവശ്യം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ദൂരയാത്രയും വിദേശത്ത് അതർ സ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്യാനൊക്കെ യോഗമുണ്ട്. 8 ശനിയാണ്, അതൊരു ദോഷമാണ്. അതർ സ്റ്റേറ്റിൽ അധിക കാലം നിൽക്കില്ല. അതുപോലെ 12ാം ഭാവത്തിൽ സൂര്യനാണ്, അതും ഒരു ചെറിയ തടസ്സമാണ്. അതുകൊണ്ട് സഞ്ചാരമൊക്കെ നല്ല രീതിയിൽ നടത്താം. പക്ഷേ ഈ 8ഉം 12ഉം ഇല്ലാത്തതുകൊണ്ട് വിദേശത്തേക്ക് പോവുകയും മറ്റ് കുറേ കാലം ദൂരം വിട്ട് നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനും വലിയൊരു മാർക്കില്ല. പക്ഷെ അത് അത്ര ആവശ്യമില്ല, എല്ലാവർക്കും ആവശ്യമില്ല. ആവശ്യമുള്ളത് പഠനമാണ്, 4ാം ഭാവം. അപ്പോൾ പഠനമുണ്ട്, അതിനുള്ള ശക്തിയുണ്ട്. നല്ല ദിഗ്ബലം ചെയ്തിട്ടാണ് ആര് നിൽക്കുന്നത്? ചൊവ്വ നിൽക്കുന്നത്. അതുകൊണ്ട് തടസ്സമില്ല. അപ്പോൾ എന്തിനായിരിക്കും ഇയാൾ വന്നത് നമ്മളോട്? 3, 7, 11 കാമത്രികോണത്തിനാണ് നല്ല തടസ്സം കാണുന്നത്, അല്ലേ? 3, 7, 11 ദശകളും കൂടി നോക്കിയാൽ നമുക്ക് വേഗം മനസ്സിലാവും ഏത് ദശയാണ് വന്നതെന്ന്. 2.5 വർഷം ശനിദശ, 7ാം ഭാവാധിപൻ്റെ ദശ. ഈ ബുധദശ നല്ല പ്രായത്തിൽ വന്നാൽ ഇയാൾക്ക് വിവാഹത്തിന് തടസ്സം വരില്ല. ഇതാണ് ദശയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇയാളുടെ ബുധദശ വന്നാൽ 11ാം ഭാവാധിപൻ, ഞാൻ പറഞ്ഞു കാമത്രികോണത്തിൽ 11ാം ഭാവമായ ബുധൻ്റെ ബന്ധം വരുമ്പോൾ വിവാഹമാണ്.
ബുധബന്ധം വരുന്ന സമയങ്ങളിൽ ഇയാൾക്ക് വിവാഹം കൊടുക്കും. അല്ലെങ്കിൽ ചന്ദ്രൻ്റെ 7ാം ഭാവാധിപനായ രാശിനാഥനായ അല്ലെങ്കിൽ 11ാം ഭാവാധിപനായ ബുധനോ ശുക്രനോ ഒക്കെ വിവാഹം കൊടുക്കും. ബുധനും ശുക്രനാണ് ഇയാൾക്ക് വിവാഹം കൊടുക്കുക. ബുധനും ശുക്രനുമാണ് ഇയാൾക്ക് വിവാഹം കൊടുക്കുക. ഈ എപ്പോഴും സ്ഥിരരാശിക്ക് 11ാം ഭാവാധിപനും, അത് സ്ഥിരരാശിയുടെ 11ാം ഭാവാധിപൻ പറഞ്ഞാൽ ബുധൻ, അതുപോലെ ചരരാശിക്ക് 7ാം ഭാവാധിപനുമാണ് ആദ്യം വിവാഹം കൊടുക്കുക. അപ്പോൾ അത് ഏതാ വരുന്നതെന്ന് നോക്കണം നമ്മൾ. ഇവിടെ സ്ഥിരരാശിയാണ്, അതിന് 11ാം ഭാവാധിപനായ ബുധൻ വിവാഹത്തെ വേഗം കൊടുക്കും. ബുധൻ്റെ എന്ത് ബന്ധം വന്നാലും വിവാഹം നടക്കും. അതാണ് പ്രധാനം. അപ്പോൾ ഇതിനെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബുധൻ്റെ ദശ വന്നോ 2.5 വയസ്സിൽ ശനിദശ കഴിഞ്ഞ് നേരെ 19.5 വയസ്സ് വരെ ബുധദശയാണ്. ഇയാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. ഇയാൾ നല്ല ജോലിയുണ്ട്, ഞാൻ പറഞ്ഞു, നല്ല ജോലിയുണ്ട്, ബാങ്കോ അല്ലെങ്കിൽ അധ്യാപനമോ ആയിരിക്കും. അയാൾ ബാങ്കിലാണ്, നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്, ബുധദശ 19.5 വയസ്സിൽ കഴിഞ്ഞു. വിവാഹ സമയം ശരിക്കും പറഞ്ഞാൽ ബുധദശയാണ്. ബുധബന്ധം വന്നത് 19.5 വയസ്സിനുള്ളിൽ കഴിഞ്ഞതുകൊണ്ട് എന്ത് സംഭവിച്ചു, വിവാഹമായിരിക്കും ബ്ലോക്കായിട്ടുണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് 26 വയസ്സ് വരെ അയാൾക്ക് 7 നിൽക്കുന്ന കേതുവാണ്. വിവാഹം കൊടുക്കുമോ? കേതു എന്താ 7 നിന്നാൽ വിവാഹം കൊടുത്തൂടെ? കൊടുക്കാൻ പറ്റില്ല. കാര്യം കേതു ശനിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇതേ സമയം ലഗ്നം വൃശ്ചികമായിട്ട് കേതു ഇവിടെ നിന്നു വയ്ക്കാം, അല്ലെങ്കിൽ ലഗ്നം മേടമായിട്ട് കേതു ഇവിടെ നിന്നു, ശുക്രൻ ഒറ്റയ്ക്ക്, വേറെ ഗ്രഹങ്ങളൊന്നുമില്ല, ഇതുപോലെ ഒറ്റയ്ക്ക് നിന്നു എന്ന് വയ്ക്കാം. വിവാഹം കൊടുക്കും കേതു ദശയിൽ. അത് ശുക്രദശയായിട്ട് തന്നെ പരിഗണിക്കണം. കേതു എവിടെ നിൽക്കുന്നോ ആ വീടിൻ്റെ ഉടമസ്ഥനാണ് കേതു. അതുപോലെയാണ് പണിയെടുക്കുക. ഇവിടെ ശനിയെപ്പോലെയാണ് കേതു വർക്ക് ചെയ്യുന്നത്. ശനിയെപ്പോലെയാണ് കേതു വർക്ക് ചെയ്യുക. ശനി 6-7 ഭാവാധിപനാണ്. അപ്പോൾ ശനി എന്താണ്, ശനിക്ക് അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിയെപ്പോലെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ 6ാം ഭാവാധിപനായ ശനി അഷ്ടമത്തിൽ നിന്ന് കഷ്ടഫലങ്ങൾ തരുന്ന ശനിയാണ്. 7ാം ഭാവാധിപനായാലും ഈ സൂര്യലഗ്നത്തിനും, ചിങ്ങലഗ്നം സൂര്യൻ്റെ ലഗ്നമാണ്, അതുപോലെ കർക്കടക ചന്ദ്രൻ്റെ ലഗ്നങ്ങൾക്കും ശനി ഗുണം ചെയ്യില്ല, ദോഷേ ചെയ്യുള്ളൂ. ശനിയുടെ വീട്ടിൽ നിൽക്കുന്ന രാഹുകേതുക്കളും എന്ത് ചെയ്യില്ല, ഗുണം ചെയ്യില്ല. ശനിയുടെ വീടുകളിൽ നിൽക്കുന്ന രാഹുകേതു ഗുരുദൃഷ്ടി ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഗുണം ചെയ്യാം, അല്ലെങ്കിലോ രാഹുകേതുക്കളൊന്നും ശനിയുടെ വീട്ടിൽ നിന്നാൽ പ്രത്യേകിച്ചും ഈ ലഗ്നങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കേതുർദശ കഴിഞ്ഞു 26 വയസ്സിൽ അയാൾക്ക് എന്ത് നടന്നിട്ടുണ്ടാവില്ല, വിവാഹം ആരെയും ബുധനെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ബുധൻ ഈ 19 കഴിഞ്ഞതുകൊണ്ട് അയാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റിയില്ല. ശുക്രദശ നടക്കണു. ശുക്രനിൽ സൂര്യാപഹാരമാണ്, ശുക്രാപഹാരവും കഴിഞ്ഞു. ശുക്രനിൽ ശുക്രൻ കൊടുക്കുമോ? കൊടുക്കില്ല. കാര്യം നീചനാണ്, ശനിബന്ധമുണ്ട്, രാഹുബന്ധമുണ്ട്. ശുക്രൻ ഒറ്റയ്ക്ക് വിവാഹം നടത്തി കൊടുക്കാനുള്ള ശക്തിയില്ല. ബുധൻ വന്നാൽ മാത്രമേ വിവാഹം നടക്കുള്ളൂ. അപ്പോൾ ശുക്രദശയിൽ സൂര്യാപഹാരത്തിൽ നടക്കുമോ? സൂര്യാപഹാരവും ചെറിയ തടസ്സമാണ്. ലഗ്നാധിപൻ വിവാഹം അല്ല നടക്കുക, 3, 7, 11 ഭാവബന്ധം വരുമ്പോഴാണ് വിവാഹം നടക്കുക. അപ്പോൾ ലഗ്നാധിപനായ സൂര്യൻ ചന്ദ്രൻ്റെ 7-ലൊന്നുമല്ല, ചന്ദ്രൻ്റെ 11-ലും അല്ല. രാശിക്ക് 7, 11 ലഗ്നത്തിൻ്റെ 7, 11 ആണ് വിവാഹം കൊടുക്കേണ്ടത്. അങ്ങനെ നോക്കിയാൽ ആരെ വിവാഹം കൊടുക്കുള്ളൂ? ശുക്രദശയപ്പോൾ നടക്കുന്നത്, സൂര്യാപഹാരം നടക്കുന്നത് ചന്ദ്രാപഹാരത്തിൽ നടക്കും. കാര്യം രാശിക്ക് 7ലേക്ക് ചന്ദ്രൻ നോക്കുന്നുണ്ട്. ശുക്രൻ്റെ വീട്ടിലേക്ക് നോക്കുന്ന ചന്ദ്രാപഹാരത്തിലോ, ചന്ദ്രാപഹാരത്തിൽ അയാൾക്ക് വിവാഹത്തിന് യോഗമുണ്ട്. ചന്ദ്രാപഹാരത്തിൽ ബുധൻ്റെ ചിത്രത്തിൽ, ശുക്രദശയിൽ ചന്ദ്രാപഹാരത്തിൽ ബുധൻ്റെ ചിത്രത്തിലായിരിക്കും ഇയാൾക്ക് വിവാഹയോഗം വരിക. അപ്പോൾ വിവാഹമാണ് ഇല്ലാതെ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. നമ്മുടെ അടുത്ത് എന്ത് നോക്കാനാണ് വരുന്നത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാനുള്ള രൂപം ഇങ്ങനെയാണ്. ഏത് ത്രികോണത്തിനാണ് ബലം, ഏത് ത്രികോണത്തിനാണ് ബലക്കുറവ് എന്ന് നോക്കിയിട്ട് ചിലത് നമുക്ക് ഈസി ആയിട്ട്, എല്ലാ ജാതകത്തിലും പൂർണ്ണമായിട്ട് മനസ്സിലായി. ഇത് ഗ്രഹമാലികാ യോഗം പോലെ നിന്നുകൊണ്ട് കുറച്ചുകൂടി ഈസിയാണ്. പക്ഷേ ഒരുവിധം നമുക്ക് ഇങ്ങനെയാണ് അത് മനസ്സിലാക്കിയെടുക്കുക. ഇതിനെ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാക്കി വരുന്ന തരത്തിൽ തന്നെയാണ്. അപ്പോൾ ദശകൾ വളരെ പ്രധാനമാണ്. ഈ ബുധദശ കറക്റ്റ് അയാൾക്ക് 27 വയസ്സിന് ശേഷം വന്നിരുന്നെങ്കിലോ അയാൾക്ക് വിവാഹം കഴിഞ്ഞു. അപ്പോൾ ദശകളുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ഈ ബുധദശ അയാൾക്ക് ഈ സമയത്താണ് വന്നിരുന്നെങ്കിൽ വിവാഹം കഴിഞ്ഞു. ലഗ്നത്തിൽ നിൽക്കുന്ന ബുധൻ വന്നത് വിവാഹം കൊടുക്കും. ശുക്രദശ വന്നപ്പോൾ ശുക്രൻ നീചനായതുകൊണ്ടും ശനിദൃഷ്ടി വാങ്ങിച്ചതുകൊണ്ടും രാഹുബന്ധം ചെറിയ രീതിയിൽ വന്നതുകൊണ്ടും ശുക്രൻ ഡിലേ ആവും. ശുക്രൻ ആ പൂർണ്ണ ശക്തിയിൽ ബുധൻ്റെ അത്ര പവറിൽ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ബുധൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് വിവാഹം നടക്കുള്ളൂ. അപ്പോൾ ശുക്രദശയിൽ ചന്ദ്രാപഹാരത്തിലോ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ഏതെങ്കിലും ഒരു ബുധൻ്റെ അപഹാര ചിത്രങ്ങളിലാണ് എന്ത് നടക്കുള്ളൂ, വിവാഹം നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ത്രികോണത്തിനാണ് കേട്,
അത് എപ്പോഴാണ് ശരിയാവുക എന്ന് നമുക്ക് മനസ്സിലാക്കുക ഇങ്ങനെയാണ് എന്നുള്ളതാണ്. അതിന് വളരെ പ്രധാനം ദശകളാണ്. ബുധദശ കറക്റ്റ് ടൈമിൽ വന്നിരുന്നെങ്കിൽ 19 വയസ്സിൽ കഴിഞ്ഞതുകൊണ്ടാണ് വിവാഹം നടക്കാത്തത്. അതൊരു 25 വയസ്സ് വരെ ഇല്ലെങ്കിൽ 30 വയസ്സ് വരെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ വിവാഹം നടക്കും. ഉറപ്പായിട്ടും ബുധദശയിൽ വിവാഹം നടക്കും. ആ ദശയാണ് പ്രധാനം. ഇപ്പോൾ അയാൾക്ക് നീചനായ ശുക്രൻ്റെ ദശയാണെങ്കിൽ അയാൾക്ക് ബലമുണ്ട്, ധനപരമായിട്ട് ദോഷം വരില്ല. പക്ഷേ ദാമ്പത്യത്തിൽ ശുക്രൻ കൊടുക്കേണ്ടത് എന്താണ്? കാമമാണ്. കാമം കൊടുക്കാൻ ശുക്രന് ശക്തിയില്ല. അത് മെല്ലെ കൊടുക്കുള്ളൂ, ഒറ്റയ്ക്ക് കഴിയില്ല. ബുധബന്ധം വരുമ്പോഴാണ് അത് കൊടുക്കുക. ബുധബന്ധം വരുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് നല്ല വിവാഹം നടക്കും. ചന്ദ്രൻ്റെ 7 നിൽക്കുന്ന ശുക്രനും രാശിക്ക് ലഗ്നത്തിൻ്റെ 3-ാം ഭാവാധിപനായ ശുക്രൻ വിവാഹത്തെ ഈ ദശയിൽ തന്നെ കൊടുക്കും. എപ്പോൾ? ബുധൻ്റെ ബന്ധം വരുന്ന അപഹാര ചിത്രങ്ങളിലാണ് വിവാഹം കൊടുക്കുക. ഇങ്ങനെയാണ് ജാതകത്തിനെ ഒരു ബേസിക് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ദശയുടെ പ്രധാനം മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. ബുധദശ എപ്പോൾ വരണം? ഓരോ ജാതകത്തിലും ദശയുടെ പ്രാധാന്യം പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല. എന്നാലും ദശകളാണ് ജാതകത്തിൻ്റെ ഫലം നിർണ്ണയിക്കുന്നത്. നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ ചില ജാതകങ്ങളിൽ വളരെ നല്ല രീതിയിൽ ജാതകം കാണും, വളരെ നല്ല രീതിയിൽ ജാതകം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ജാതകം എങ്ങനെ ചിന്തിക്കുക നമുക്ക് ഈ വീഡിയോ ഒന്ന് മനസ്സിലായി. നമുക്ക് മറ്റൊരു ജാതകവുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.